നിത്യ സ്നേഹമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ഞായറാഴ്ച കൊത്തിനെ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. യേശുക്രിസ്തു കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയ ആ ദിവസമാണ് ഇന്നത്തെ വായനാ ഭാഗം. ചെറിയ ആളുകളൊക്കെ തമാശയായിട്ടാണെങ്കിലും പറയാറുണ്ട്, എന്തിനാണ് ഇന്ന് ഈ ഭാഗം വായിക്കുന്നത്? നോമ്പ് തുടങ്ങുകയാണ്, 1 or 2 ഒക്കെ കഴിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തമാശയായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇല്ല, കന്യകമറിയാമിനോട് യേശു ചോദിക്കുന്നു, എനിക്കും നിനക്കും തമ്മിലെന്ത്? അത് വെച്ചുകൊണ്ട് ദൈവമാതാവ് മധ്യസ്ഥയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുമുണ്ട്. അതും ശരിയായ ഒരു രീതിയല്ല. ചില വാക്കുകൾ ശ്രദ്ധിച്ച് വളരെ വിശദമായി വിശകലനം ചെയ്താൽ മാത്രമാണ് എന്താണ് ഈ വേദഭാഗമെന്ന് മനസ്സിലാകുകയുള്ളൂ. ഒത്തിരി വേദപുസ്തകത്തിൽ കാണാത്ത ചില വാക്കുകളുണ്ട്. ഒന്ന് അടയാളം, വേറൊന്ന് മഹത്വം, വേറൊന്ന് നാഴിക. ഇങ്ങനെ ചില വാക്കുകളുണ്ട്. ഈ വാക്കുകൾ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഇതിലൊന്നും പെടാത്ത ഒരു ഭാഗം ആദ്യം നമുക്ക് വിശദീകരണം ചെയ്ത് നോക്കാം. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ അതിന് ശ്രമിക്കുന്നത്, ഇത് മാതാവ് വെറും മനുഷ്യ സ്ത്രീയാണ്, മാതാവിനും യേശുവിനും തമ്മിൽ ബന്ധമൊന്നുമില്ല, അതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥയൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാനാണ്. അങ്ങനൊരു കാര്യം അവിടെ ഇല്ല. കാരണം അമ്മയോട്, സ്വന്തം അമ്മയോട് നമുക്ക് തമ്മിലായ ഒരു ബന്ധമെന്ന് ചോദിക്കുന്ന ഒരമ്മ എന്ന് പറയുന്നത്, അല്ല ഒരു പുത്രൻ എന്ന് പറയുന്നത് മാതൃകയായ ഒരു പുത്രനല്ല. ഇനി ചിലർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറൊരു വിദ്യ ഒരുക്കും. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്നാക്കും. ഒരു ചടങ്ങ് നടക്കുകയാണ്, ഒരു പ്രതിസന്ധി വന്നിരിക്കുന്നു, ഇടപെടാൻ കഴിവുള്ള ഒരാൾ അവിടെ ഉണ്ട്. അപ്പോ ആ ആള് പറയാണ്, നമുക്കിതിൽ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എത്താവുന്ന ഒരു കൺക്ലൂഷനാണത്. ഈ യേശുക്രിസ്തു എന്ന് പറയുന്നത് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാത്ത, യാതൊരു നന്മയുമില്ലാത്ത ഒരാളാണ് ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഈ 2 വിശദീകരണങ്ങൾ നമുക്ക് തൃപ്തികരമല്ല. പിന്നെ എന്തിനെ പറ്റിയാണ് മാതാവ് എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് പറയുന്നത്? അത് കുറേശ്ശെ വിശകലനം ചെയ്തവർക്ക് നമുക്ക് മനസ്സിലാക്കും. എന്താണ് യേശുക്രിസ്തു പറഞ്ഞത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ നാഴിക എന്ന് വെച്ചാൽ അതെനിക്ക് മാറ്റാവുന്നതാണോ? അല്ല, എനിക്കായി വേറെ ആരോ നിശ്ചയിച്ചതാണ് എൻ്റെ നാഴിക എന്ന് പറയുന്നത്. ഇവിടെ പുത്രൻ ആര് നാഴിക നിശ്ചയിക്കും? നിശ്ചയിച്ചുള്ളത് പിതാവാണ്. പിതാവ് നിശ്ചയിച്ചൊരു നാഴിക പുത്രൻ തെറ്റിക്കുമോ? തെറ്റിക്കാമോ? തെറ്റിച്ചാൽ ശരിയാകുമോ? കാരണം എന്താ? ആദാമിൻ്റെ അനുസരണക്കേടിന് പരിഹാരം ഉണ്ടാക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. ആ യേശുക്രിസ്തു തന്നെ വീണ്ടും പിതാവിൻ്റെ വാക്കുകൾ തെറ്റിച്ചാലോ? അപ്പോ ഇവിടെയും പ്രശ്നമാണല്ലോ. യേശുക്രിസ്തു നാഴിക ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതം പ്രവർത്തിച്ചാൽ, അടയാളം പ്രവർത്തിച്ചാൽ അതെങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അവിടെയും നമുക്കൊരു പ്രതിസന്ധിയാണ്. പിന്നെ അടയാളങ്ങളുടെ ആരംഭമായി ഈ അടയാളം ഒരു പ്രതിസന്ധി ഉളവാക്കാം. കാരണം എന്താ? നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ അടയാളങ്ങൾ കാണും. ഒരു ജംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒരു അടയാളം കാണും, കയറ്റമാണെങ്കിൽ അടയാളം കാണും, ആശുപത്രി ഉണ്ടെങ്കിൽ അടയാളം കാണും, സ്കൂൾ ഉണ്ടെങ്കിൽ അടയാളം കാണും, പെട്രോൾ പമ്പിന് അടയാളം കാണും. ഇതൊക്കെ അടയാളങ്ങളാണ്. പക്ഷെ അടയാളത്തിന്റെ വിശേഷം എന്നാ? അത് അത്ര വലിയ സംഭവമൊന്നും ആയിരിക്കില്ല. പക്ഷെ വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നായിരിക്കും അടയാളം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, അടയാളം എപ്പോഴും വലിയൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നായിരിക്കും. അത് ചെറുതായിരിക്കും. ഇവിടെ യേശുക്രിസ്തു ചെയ്തതിനെ പറ്റി യോഹന്നാൻ വിശദീകരിക്കുന്ന വാക്ക് അടയാളം, സേമയോൺ. സൈൻ, സേമയോൺ ഗ്രീക്ക് പദമാണ്, അടയാളം എന്നാണ്.
അപ്പൊ അതിനൊരു കാര്യം വ്യക്തമാണ്, ഈ അടയാളത്തിന് പിന്നിൽ വലിയൊരു യാഥാർത്ഥ്യം വരാനിരിക്കുന്നുണ്ട്. ഈ അടയാളത്തിന് പിന്നിൽ വരാനിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ടെന്നൊരു സൂചന അവിടെ കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ വേറൊന്നുകൂടെ കാണുന്നു, തൻ്റെ മഹത്വം വെളിവാക്കി. ഈ ലാസറിനെ ഉയർപ്പിച്ച, യായിറോസിന്റെ മകൾ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കിയ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിച്ചിരി വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നത് മഹത്വത്തിന്റെ വെളിപ്പാടുന്ന ഒരു കുഞ്ഞിക്കാര്യമാണത്. അപ്പൊ അവിടെയും ഒരു സൂചന മറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷം വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്. മഹത്വീകരണം എന്ന് യോഹന്നാൻ പറയുന്നത് യേശുവിൻ്റെ കുരിശു മരണത്തെ സംബന്ധിച്ചാണ്. യേശുവിൻ്റെ കുരിശു മരണം. അപ്പോ ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായി. കന്യകമറിയാമനോട് യേശുക്രിസ്തു പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. എന്തിൻ്റെ നാഴികയാണ് വരാത്തത്? തൻ്റെ മഹത്വീകരണത്തിനുള്ള നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ട് നാഴിക വരാത്തത് കൊണ്ട് യേശുക്രിസ്തു എന്തു ചെയ്തു? ആ യാഥാർത്ഥ്യം പ്രവർത്തിക്കാതെ, പരമമായ യാഥാർത്ഥ്യം പ്രവർത്തിക്കാതെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരടയാളം നൽകിയിരിക്കുന്നു. അടയാളങ്ങളുടെ ആരംഭം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതമല്ല ഇത്. യേശുക്രിസ്തുവിനും പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. അത് അറിയാമാണ് യേശുക്രിസ്തുവിനോട് വെള്ളം വീഞ്ഞില്ല എന്ന് പറയുന്നത്. പക്ഷേ തൻ്റെ മഹത്വീകരണമെന്ന, കുരിശു മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ യാഥാർത്ഥ്യം, ആ അടയാളങ്ങളിൽ ആദ്യത്തേതാണ് ഇപ്പോൾ യേശു ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നു. കന്യാമറിയാമനോട് യേശുക്രിസ്തു പറഞ്ഞ എന്താണ്? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? അതെന്തിനെ സംബന്ധിച്ചാണ് എനിക്കും നിനക്കും തമ്മില്? ഈ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച്, കുരിശു മരണത്തെ സംബന്ധിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. വരാനിരിക്കുന്ന വലിയ യാഥാർത്ഥ്യം, മനുഷ്യരക്ഷ എന്ന യാഥാർത്ഥ്യം, അതിനെ സംബന്ധിച്ച് യേശുക്രിസ്തു പറയുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ. സത്യമാണ്, ആ കുരിശു മരണത്തിൽ കന്യമറിയാമനൊരു പങ്കുമില്ല. അല്ല, അത് യേശുക്രിസ്തു സ്വയമേ ഒറ്റയ്ക്ക് നിവർത്തിക്കേണ്ടതാണ്. ഇനി നോക്ക, ഇപ്പോൾ യേശുക്രിസ്തു വെള്ളമെടുത്തിട്ട് അത് വീഞ്ഞാക്കി കൊടുക്കുന്നു. പിന്നെ അതിന് ഇടയ്ക്ക് പല പ്രാവശ്യം യേശുക്രിസ്തു പല അവസരങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അവിടെയൊക്കെ വേറെ പല അടയാളങ്ങളും സൂചനകളും യേശുക്രിസ്തു നൽകുന്നുണ്ട്. പിന്നീട് മരണത്തിന് മുമ്പ് യേശുക്രിസ്തു പറയുന്നു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അതെപ്പോഴാ? മരണത്തിന്റെ തൻ്റെ ക്രൂശാരോഹണത്തിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളാണെന്ന് പറയുന്നത്. ആ നാഴിക വരുന്നതിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തു ചെയ്തത് എന്താണ്? വീഞ്ഞെടുത്തിട്ട് അത് രക്തമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്ക്, ആദ്യം വെള്ളമെടുത്ത് വീഞ്ഞാക്കി കൊടുത്തു, പിന്നീട് വീഞ്ഞെടുത്തിട്ട് അത് രക്തമാണെന്ന് പറഞ്ഞു കൊടുത്തു. അതൊക്കെ അടയാളങ്ങളാണ്. അടയാളങ്ങളുടെ അവസാനം തൻ്റെ യഥാർത്ഥമായ രക്തം തന്നെ ലോകത്തെ നൽകി യേശുക്രിസ്തു കുരിശിൽ മരിച്ചു. അതാണ് തൻ്റെ മഹത്വീകരണം എന്ന് പറയുന്നത്. ഈ മഹത്വീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ അടയാളമാണ് യേശുക്രിസ്തു നിറവേറ്റിയത്. അപ്പോൾ എന്തിനാണ് യേശുക്രിസ്തു എന്തിനാണ് ഈ വേദഭാഗം നോമ്പിന്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നത്? എന്തിനാണ് നോമ്പ്? യേശുക്രിസ്തുവിൻ്റെ പെസഹായിലും പീഠാനുഭവത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും ആത്മശരീര മനസ്സുകളുടെ വിശുദ്ധിയോടെ പങ്കെടുക്കാൻ വേണ്ടിയാണത്. നമ്മളെ തന്നെ ഒരുക്കുന്നതിനായിട്ടാണത്. ഈ നോമ്പിൽ വായിക്കുന്നതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഓരോ അത്ഭുത പ്രവൃത്തികളാണ്. ഈ ഓരോ പ്രവൃത്തികളിലൂടെ, അതിൽ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നതുണ്ട്, കുരുടരെ കണ്ണുറപ്പിക്കുന്നത്, പല കാര്യങ്ങളുണ്ട്. ഈ ഓരോ ശുദ്ധീകരണത്തിലൂടെയും ശക്തീകരണത്തിലൂടെയും നമ്മൾ വളർന്ന നമ്മൾ എവിടെ എത്തണം? ആ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ
യേശുക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുചേരാനുള്ള ആ വിശുദ്ധിയിൽ നമ്മൾ എത്തിച്ചേരണം. അതിനാണ് ഈ വേദഭാഗം ഈ നോമ്പിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച വായിക്കുന്നത്. ഇത് യേശുക്രിസ്തുവിൻ്റെ ആദ്യത്തെ അടയാളമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നോമ്പാശംസകൾ. അനുഗ്രഹകരമായി സന്തോഷത്തോടെ പൂർണ്ണതയോടെ നോമ്പ് അനുഷ്ഠിക്കാൻ നമുക്ക് ദൈവം ഇടവരുത്തട്ടെ. അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വേണ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും ഇത് അയച്ചു കൊടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തുതി.